ശാസ്ത്രവിസ്മയത്തിൻ്റെ അപൂർവ കാഴ്ചകൾ നിറയുന്ന കോഴയിലെ സയൻസ് സിറ്റിയിൽ തിരക്കേറുന്നു. 3D തിയേറ്ററിലെ ദൃശ്യാനുഭവങ്ങളും ശാസ്ത്രതത്വങ്ങളുടെ നേർക്കാഴ്ചകളും സയൻസ് സിറ്റിയിൽ വിജ്ഞാനവും ഒപ്പം വിനോദവും പകർന്നു നൽകുകയാണ്. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ദിവസേന നൂറുകണക്കിന് സ്കൂൾ കുട്ടികളാണ് ഈ ശാസ്ത്ര കേന്ദ്രത്തിലെ വിസ്മയ കാഴ്ചകൾ കാണാനെത്തുന്നത്. ശാസ്ത്ര പഠനത്തിന് പുത്തൻ വഴികൾ തുറക്കുന്ന കാഴ്ചകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നതെന്ന് സന്ദർശനം നടത്തിയ വിദ്യാർത്ഥികളും അധ്യാപകരും ഒരേ സ്വരത്തിൽ പറയുന്നു. കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് സാധിച്ചു. നല്ലൊരു പ്രവർത്തനമായിരുന്നു. ഞങ്ങളുടെ ഈ ഒരു വളരെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു കോമ്പൗണ്ടിൽ നിന്ന് തന്നെ സുരക്ഷിതമായിട്ട് കാണാൻ പറ്റി. വളരെ സന്തോഷം. കുറെ കാര്യങ്ങൾ കൊച്ചുകുട്ടികൾക്ക് പ്രയോജനം അല്ലെങ്കിൽ ഉയർന്ന ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക് പ്രയോജനപ്രദമായ രീതിയിലുള്ളതാണ്. കുഞ്ഞുങ്ങൾക്ക് കുറച്ച് 3Dയുടെ ഒക്കെ പ്രയോജനപ്രദമായിട്ടുള്ളതുണ്ടായിരുന്നു. കുട്ടികൾക്ക് സയൻസ് സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് അവരുടെ ബേസിക് രീതിയിൽ വളർന്നു വരുവാൻ കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്തും. തീർച്ചയായും നമ്മുടെ സംസ്ഥാന സർക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അവരുടെ കുട്ടിക്കാലം മുതൽ അവരുടെ ശാസ്ത്രത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ സംഭാവനയാണ്. തീർച്ചയായും ഈ ലോകത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കുട്ടികൾ ഈ ശാസ്ത്ര ഗവേഷണ രംഗത്ത് ഉയർന്നെങ്കിൽ മാത്രമേ നമുക്ക് ഭാവിയിൽ നല്ല നല്ല ശാസ്ത്രജ്ഞന്മാരെ കൈവരുത്തുവാനും ഈ കേരളത്തിന് ലോകരാജ്യങ്ങളിൽ ശ്രദ്ധ നേടുവാനും സാധിക്കുകയുള്ളൂ എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ആഗോളതാപനവും പ്രകൃതി ചൂഷണവും സൗരയൂഥത്തിലെ കഥകളുമൊക്കെ പറയുന്ന 3D ഹ്രസ്വചിത്രമാണ് കുട്ടികളെ ഏറെ ആകർഷിക്കുന്നത്. കുറഞ്ഞ ചെലവിൽ വിസ്മയ കാഴ്ചകൾ കാണാൻ അവസരമൊരുക്കിയതിനു പിന്നിൽ ജോസ് കെ മാണി MP-യുടെ ദീർഘവീക്ഷണവും മോൻസ് ജോസഫ് MLA-യുടെ അശ്രാന്ത പരിശ്രമവും പലരും ഓർമ്മിക്കുന്നു. ശാസ്ത്രത്തിൻ്റെ പുരോഗതിയുടെ നേർക്കാഴ്ചകൾ കാണാൻ വിദ്യാർത്ഥികളും പൊതുജനങ്ങളുമെല്ലാം സയൻസ് സിറ്റിയിലെത്തുമ്പോൾ പുതിയ അറിവുകളും പുതിയ ദൃശ്യാനുഭവങ്ങളുമാണ് അവരെ കാത്തിരിക്കുന്നത്.